റെഡി 1 2 3 സെറ്റ് അല്ലേ? ക്ലാസ് എങ്ങനെ ഉണ്ടായിന്? അപ്പോൾ വീണ്ടും ഹലോ ഗൈസ്, ഇന്ന് ഞാനും എൻ്റെ ടീം ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയും ഒരിക്കൽ കൂടി നമ്മുടെ GMRHSS പരവനടുക്കം റെസിഡൻഷ്യൽ സ്കൂളിൽ നമ്മളൊരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളവിടെ +2 ബാച്ചിന് ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ അതിൻ്റെ ഫോളോ അപ്പ് എന്നോണം +1 ബാച്ചിനാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നേരെ ദേളി വഴി പരവനടുക്കം സ്കൂളിലേക്ക് പോവുകയാണ്. എൻ്റെ പിന്നിൽ എൻ്റെ ഇൻറ്റേൺ സായന്ത് കൂടിയുണ്ട്. നമ്മളൊരു അവിൽ മിൽക്കൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ടീമിന് മുന്നേ ഞാനെത്തി. അപ്പോൾ അവിടെ അരുൺ സാർ ഉണ്ടായിരുന്നു. അരുൺ സാറിനെ കണ്ടു. ശേഷം സീനിയർ സൂപ്രണ്ട് ഗിരീഷ് സാറോട് സംസാരിച്ചു. നമ്മളവിടെ ഒരു പ്രൊജക്റ്റൊക്കെ നടപ്പാക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴേക്കും ടീം വന്നു. ചായയൊക്കെ കുടിച്ച് സെറ്റായി നമ്മൾ സെഷനിലേക്ക് കയറി. സ്റ്റെപ്പ് ഒരു വില്ലനായിരുന്നെങ്കിലും അതൊക്കെ നമ്മൾ മറികടക്കാനുള്ള എനർജി നമ്മളിലുണ്ട്. ഓക്കെ, പ്രതിസന്ധികളുണ്ടാവും, നമ്മൾ പോരാടും. അപ്പം അങ്ങനെ നമ്മൾ നേരെ സെഷനിലേക്ക് കടക്കുകയായി. കുട്ടികളൊക്കെ ആദ്യം വന്ന +1 ബാച്ച് ആയതുകൊണ്ടുള്ളൊരു ഒരു ഒരു സങ്കടവും ഒരു നിരാശയൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയെടുക്കാനാണ് നമ്മൾ ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യ കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റാണ് ഇത്തരം ഫ്രീ സെഷനുകളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. മൊത്തം ടീമുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് സെക്ഷനായിട്ടായിരുന്നു നമ്മുടെ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഗെയിംസ്, ഇൻട്രാക്റ്റീവ് സെഷനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സെഷൻ കൂടി ഉണ്ടായിരുന്നു. നമ്മൾ കുട്ടികളിലെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യാമെന്നും അവരെ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നും ഈ സെഷനിൽ നമ്മൾ പഠിച്ചു. കുറച്ച് കുട്ടികളെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുകയും കരഞ്ഞ കുട്ടികളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ സെഷൻ തന്നെ അവസാനിച്ചത്. അപ്പോൾ ബൈ.